നടൻ ഷൈൻടോ ചാക്കോ പ്രതിയായ ലഹരിക്കേസിൽ പിഴവുകൾ എണ്ണിപ്പറഞ്ഞ് വിചാരണ കോടതി കേസ് സംശയാസ്പദമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. നടപടിക്രമങ്ങൾ പാലിച്ച് പോലീസ് അന്വേഷണം പൂർത്തിയാക്കിയില്ലെന്നും കോടതി ഉത്തരവിൽ വ്യക്തമാക്കി. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഉത്തരവിൽ പറയുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിര സൂചിപ്പിച്ചതുപോലെ എറണാകുളം അഡീഷണൽ സെഷൻസ് വിചാരണ കോടതി ഉത്തരവിലാണ് ഇത്തരത്തിൽ പോലീസിനെതിരെയുള്ള ഗുരുതര വീഴ്ചകൾ തന്നെ ആരോപിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഒരു കേസിൽ വിധി വന്നതിന് ശേഷം 2 മാസത്തിന് ശേഷമാണ് ഇപ്പോൾ വിചാരണ കോടതി ഉത്തരവ് പുറത്തുവരുന്നത്. ഈ ഒരു കേസിലെ പ്രതികളെ എല്ലാം തന്നെ വെറുതെ വിട്ടിരുന്നു. തുടർന്ന് ഈ ഒരു ഉത്തരവിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ തന്നെയാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. കേസ് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചില്ല. അതുപോലെ തന്നെ ഈ ഒരു കേസിൽ അന്വേഷണം പൂർത്തിയാക്കിയത് നടപടിക്രമങ്ങൾ ഒന്നും തന്നെ പാലിച്ചുകൊണ്ടല്ല തുടങ്ങി ഒട്ടനവധി കാര്യങ്ങളാണ് ഈ ഒരു ഉത്തരവിൽ കോടതി പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പിടിച്ചെടുത്ത കൊക്കൈനിലെ ഘടകങ്ങൾ രാസപരിശോധനയ്ക്ക് അടക്കം വിധേയമാക്കേണ്ടതുണ്ട്. ഫോറൻസിക് ലാബിൽ രാസപരിശോധനയ്ക്ക് ഘടകങ്ങളെ എല്ലാം വേർതിരിച്ചുകൊണ്ടുള്ള പരിശോധനയ്ക്ക് അടക്കം തന്നെ വിധേയമാക്കേണ്ടതുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കും അന്വേഷണ സംഘം കടന്നിട്ടില്ല. അതുപോലെ തന്നെ 1-ാം പ്രതി രേഷ്മയുടെ കയ്യിൽ നിന്ന് കൊക്കൈൻ കണ്ടെടുത്തു എന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട്. എന്നാൽ ഈ ഒരു വിചാരണ സമയത്ത് ഈ ഒരു വനിതാ പോലീസ് അത്തരത്തിൽ ഒരു കൊക്കൈൻ കണ്ടെടുത്തില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പോലീസ് കണ്ടെടുത്ത വസ്തുക്കൾ ഈ ഒരു കടവന്ത്രയിലെ ഫ്ളാറ്റിൽ നിന്നാണ് ഇത്തരത്തിൽ കൊക്കൈൻ കണ്ടെടുത്തു അല്ലെങ്കിൽ രാസ വസ്തുക്കൾ കണ്ടെടുത്തു എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇങ്ങനെ കണ്ടെടുത്ത വസ്തുക്കൾ ഒന്നും തന്നെ ഈ ഒരു സെർച്ച് മെമ്മോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ തന്നെ പെട്രോളിംഗ് സംഘത്തിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നിട്ടാണ് ഈ ഒരു ഫ്ളാറ്റിലേക്ക് അന്വേഷണം എത്തുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു രഹസ്യ വിവരം ഒന്നും ലഭിച്ചിട്ടില്ല. പോലീസിന് ഇങ്ങനെ ഒരു രഹസ്യ വിവരം ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതെല്ലാം ഒരു വലിയ രീതിയിലുള്ള വിമർശനങ്ങളായി തന്നെയാണ് കോടതി ഉന്നയിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രതികളെ പരിശോധിച്ചിട്ടുള്ളത് ഡ്യൂട്ടിയിലില്ലാത്ത ഗസറ്റഡ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വലിയ ഒരു വിമർശനവും കോടതി ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും വനിതാ പ്രതികളെ പരിശോധിച്ചതൊന്നും വനിതാ പോലീസുകാരായിരുന്നില്ല. അതുപോലെ തന്നെ ഷൈൻടോം ചാക്കോ ഉൾപ്പെടെയുള്ള പ്രതികൾ കൊക്കൈൻ ഉപയോഗിച്ചു എന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം നൽകാൻ ഈ ഒരു അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഷൈൻടോം ചാക്കോ ഉണ്ടായിരുന്ന ഫ്ളാറ്റിൽ ആര് തുറന്നു അല്ലെങ്കിൽ അതിനകത്തേക്ക് ആര് കയറിപ്പോയി, അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് തുടങ്ങി ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ ഒരു കേസിൽ കോടതി പറഞ്ഞിരിക്കുന്നത്, വിമർശനങ്ങളായി തന്നെ ഉന്നയിച്ചിരിക്കുന്നത്. ഇത് ഈ ഒരു അന്വേഷണ സംഘത്തിനും ഏറ്റിട്ടുള്ള വലിയൊരു അടി തന്നെയാണ്. ഇതിൽ ഉത്തരം പറയേണ്ട ബാധ്യത അന്വേഷണ സംഘത്തിന് ഉണ്ട് എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സാധാരണ ലഹരി കേസുകളെല്ലാം തന്നെ പിടിക്കുന്ന സമയത്ത് പഴുതടച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണമാണ് സാധാരണ ഉണ്ടാവേണ്ടത്. എന്നാൽ ഈ ഒരു കാര്യത്തിൽ മാത്രമല്ല വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഒട്ടനവധി ഒരു ഡസനോളം കാര്യങ്ങളിലാണ് ഇത്തരത്തിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് കോടതി ഇപ്പോൾ ഉത്തരവിറക്കിയിരിക്കുന്നത്. എന്തായാലും അന്വേഷണ സംഘത്തിന് ഈ ഒരു കാര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആതിര. ശരി വിജിത.